ഹായ് ഫ്രണ്ട്സ്, ഹൊറൈസൺ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും. ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഹൈഡ്രജൻ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766. അടുത്ത ക്വസ്റ്റ്യൻ: ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം കത്തുന്ന വായു. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ വാതകത്തിന് നൽകിയ വിശേഷണം കത്തുന്ന വായു. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ലാവോസിയെ. ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ലാവോസിയെ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ എന്ന പേരിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം. അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. നിരോക്സീകരണത്തിൽ സ്വീകരിക്കപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ: പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തനഫലമായി ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും ഹൈഡ്രജൻ ആണ്. അടുത്ത: ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ഹൈഡ്രജൻ. ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകം ഹൈഡ്രജൻ. 3 ഐസോട്ടോപ്പുകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയം ആണ് സാധാരണ ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ: സുലഭമായി കാണപ്പെട്ട ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഡ്യൂട്ടീരിയം, ട്രിഷിയം. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഉത്തരം ട്രിഷിയം.
അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് പ്രോട്ടിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം. അപ്പോൾ ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ് ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്. ഉത്തരം ഹെയ്സൻബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ള ഹൈഡ്രജൻ സംയുക്തം. ഉത്തരം ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം. ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം സ്ഫോടന സാധ്യതയുള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്ഫോടന സാധ്യതയുള്ളതുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഘനജലം അഥവാ ഹെവി വാട്ടർ എന്താണെന്നാണ്. ഹെവി വാട്ടർ. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം അഥവാ ഹെവി വാട്ടർ. അപ്പോൾ എന്താണ് ഘനജലം? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തെ പറയുന്ന പേരാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നു. പ്രകൃതിദത്ത ജലത്തിൽ 6000-ൽ 1 ഭാഗം ഘനജലമായിരിക്കും. പ്രകൃതിദത്ത ജലത്തിൽ അപ്പോൾ എത്ര ഉണ്ട്? 6000-ൽ 1 ഭാഗം ഘനജലമായിരിക്കും. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഘനജലത്തിന്റെ ഉപയോഗങ്ങൾ. ഒന്നാമത്തെ ഉപയോഗം, ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നു. അടുത്ത ഉപയോഗം, ഡ്യൂട്ടീരിയം ഐസോടോപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്തത്, രാസപ്രവർത്തനങ്ങളിൽ ട്രേസറായി ഉപയോഗിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഓക്സിജൻ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.